അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട്, അതിലെ 6ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഹാഫ് ഇയർലി എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങിയവ ആവശ്യമാണെങ്കിൽ മുന്ന ഷാഹിൽ മദ്രസ വേൾഡ് എന്ന ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് സെക്ഷൻ എടുത്ത് അതാത് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് എടുത്തു നോക്കാവുന്നതാണ്. നമുക്ക് ഈ പാഠം ഒന്ന് നോക്കാം. അദ്ദർസു സാദിസ്, 6ാമത്തെ പാഠം. ഹബീബുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പാഠം ഒന്ന് വായിക്കാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സൗർ മലയുടെ മുകളിലെത്തി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയിൽ കയറി അടിച്ചുവാരി വൃത്തിയാക്കി. കൈവശമുള്ള വസ്ത്രം കീറി അകത്തുള്ള മാളങ്ങളെല്ലാം അടച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അകത്തേക്ക് ആനയിച്ചു. തുണിക്കഷ്ണം തികയാതിരുന്നതിനാൽ അടയ്ക്കാതെ വിട്ട ഒരു മാളത്തിൽ കാലിന്റെ പെരുവിരൽ തിരുകി വെച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ച് കിടന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പെരുവിരലിൽ ഉഗ്രവിഷമുള്ള ഒരു സർപ്പം കൊത്തി. കഠിനമായ വേദന. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറക്കത്തിന് ഭംഗം വരുമെന്ന് കരുതി അദ്ദേഹം ഇളകിയില്ല. എന്നാൽ വേദന സഹിക്കാനാവാതെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണുനീർത്തുള്ളികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് വീണു. അവിടുന്ന് ഉണർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്തിനാണ് അങ്ങ് കരയുന്നത്? വിവരമറിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുറിയിൽ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമിനീർ പുരട്ടി. വിഷം ഇറങ്ങി, വേദന ശമിച്ചു. ഉസ്താദ് പറഞ്ഞു, സ്വഹാബികളുടെ പ്രവാചക സ്നേഹം ഇങ്ങനെയായിരുന്നു. അവർ എല്ലാറ്റിനേക്കാളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. അതിന്റെ അർത്ഥം, മാതാപിതാക്കൾ, സന്താനങ്ങൾ, ജനങ്ങൾ എന്നിവരെക്കാളെല്ലാം എന്നെ സ്നേഹിക്കുന്നതുവരെ നിങ്ങളാരും സത്യവിശ്വാസികളാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. സ്വഹാബികൾ ഇത് ജീവിതത്തിൽ പകർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അണു അളവ് വിടാതെ പിന്തുടരാൻ പ്രവാചക സ്നേഹം അവരെ പ്രേരിപ്പിച്ചു. ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിലേക്ക് വരികയായിരുന്നു. പള്ളിയുടെ പുറത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്യരോട് ഇരിക്കൂ എന്ന് പറയുന്നത് അദ്ദേഹം കേട്ടു. ഇത് കേട്ട അദ്ദേഹം താൻ എത്തിയ സ്ഥലത്ത് തന്നെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗം നിർത്തിയ ശേഷമാണ് എഴുന്നേറ്റ് പോയത്. ഉംറ ചെയ്യാൻ സ്വഹാബികളോടൊപ്പം മക്കയിലേക്ക് പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കക്കാർ ഹുദൈബിയയിൽ തടഞ്ഞു. നബിയോടും സ്വഹാബികളോടും തിരിച്ചു പോകാൻ അവർ ആവശ്യപ്പെട്ടു. പിന്നീട് സന്ധി സംഭാഷണത്തിനു വേണ്ടി ഉർവത്ത് ബിനു മസ്ഊദ് സഖഫിയെ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയച്ചു. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും കണ്ട് ഉർവ അത്ഭുതപ്പെട്ടു. ഖുറൈശികളുടെ അടുത്ത് ചെന്ന് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവാണ് സത്യം. ജനങ്ങളെ, ഞാൻ കിസര രാജാവിനെ സന്ദർശിച്ചിട്ടുണ്ട്, കൈസർ രാജാവിനെ സന്ദർശിച്ചിട്ടുണ്ട്, പല രാജാക്കന്മാരുടെയും സദസ്സിൽ ചെന്നിട്ടുണ്ട്. എന്നാൽ മുഹമ്മദ് നബിയെ അനുയായികൾ ആദരിക്കുന്നത് പോലെ ഒരു രാജാവിനെയും അനുയായികൾ ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉളൂ എടുക്കുന്ന വെള്ളം കിട്ടാൻ സ്വഹാബികൾ തിക്കും തിരക്കും കൂട്ടുന്നു. ആ വെള്ളം കൊണ്ട് അവർ ശരീരത്തിലും മുഖത്തും തടവുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീർ അവർ കൈകളിൽ എടുക്കുന്നു, ശരീരത്തിൽ പുരട്ടുന്നു. സംസാരം ശ്രദ്ധയോടെ കേൾക്കുന്നു. ബഹുമാനാധിക്യം കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ നോക്കുക പോലുമില്ല. ഉസ്താദ് തുടർന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുക, അവിടുത്തെ തിരുസുന്നത്തിനെ സംരക്ഷിക്കുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ സ്ഥാനം മനസ്സിലാക്കുക. അവിടുത്തെ സുന്നത്തിനെ പിന്തുടരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രചരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക തുടങ്ങിയവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനത്തിന്റെ പ്രധാന വശങ്ങളാണ്. സ്വഹാബികളെ പോലെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്കും സ്നേഹിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. ആമീൻ. ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. നിങ്ങൾ പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഈ പാഠത്തിന്റെ അവസാനത്തിൽ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അൻ നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അതിന്റെ അർത്ഥം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളോട് അവരുടെ ശരീരങ്ങളെക്കാൾ ബന്ധപ്പെട്ടവരാണ്. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം, വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ള വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. വാലിദുൻ, അർത്ഥം രക്ഷിതാവ് അല്ലെങ്കിൽ പിതാവ്. ലാ യുഅ്മിനു, സത്യവിശ്വാസിയാവുകയില്ല. കിസറ, പേർഷ്യൻ രാജാവ്. കൈസർ, റോമൻ രാജാവ്. നളറ, നോക്കി. മദ്ഹുൻ, അപദാനം, പുകഴ്ത്തുക എന്നൊക്കെ അർത്ഥമുണ്ട്. സുന്നത്ത്, നബിചര്യ. ത്വാഅത്തുൻ, അനുസരണം. വലതുൻ, സന്താനം. അബ്ദുല്ലാഹിബിനു റവാഹ റളിയല്ലാഹു അൻഹു, ഒരു സ്വഹാബി. ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി റളിയല്ലാഹു അൻഹു, ഖുറൈശികളുടെ ദൂതൻ. ഹൗലുൽ കൗസർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു തആല നൽകിയ സ്വർഗത്തിലെ പ്രത്യേക ജലാശയം. തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. അതിലെ ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയൊക്കെ? അതിന്റെ ഉത്തരം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുക. അവിടുത്തെ തിരുസുന്നത്തിനെ സംരക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ സ്ഥാനം മനസ്സിലാക്കുക. അവിടുത്തെ തിരുസുന്നത്തിനെ പിന്തുടരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രചരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക തുടങ്ങിയവ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാം. തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. അതിലെ ഒന്നാമത്തത്, വിഷം ഇറങ്ങി വേദന ശമിച്ചോ. ഈ സന്ദർഭമാണ് നമ്മൾ എഴുതേണ്ടത്. അതിന്റെ ഉത്തരം നോക്കൂ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സവർ ഗുഹയിൽ പ്രവേശിച്ചു. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തല വെച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ഉഗ്രവിഷമുള്ള ഒരു സർപ്പം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ കൊത്തി. വേദന സഹിക്കാനാവാതെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. വിവരമറിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുറിയിൽ അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീർ പുരട്ടി. അപ്പോൾ വിഷം ഇറങ്ങി വേദന ശമിച്ചു. തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം നുജീബു ബി ജുംല, വാക്യത്തിൽ ഉത്തരം എഴുതാനുള്ളതാണ്. അതിലെ ഒന്നാമത്തെ ചോദ്യം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വേദന ശമിച്ചതെങ്ങനെ? ഉത്തരം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുറിയിൽ അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീർ പുരട്ടിയപ്പോഴാണ് വിഷം ഇറങ്ങി വേദന ശമിച്ചത്. രണ്ടാമത്തെ ചോദ്യം, അബൂബക്കർ റളിയല്ലാഹു അൻഹു സവർ ഗുഹയിലെ ദ്വാരങ്ങൾ അടച്ചതെങ്ങനെ? ഉത്തരം, അബൂബക്കർ റളിയല്ലാഹു അൻഹു കൈവശമുള്ള വസ്ത്രം കീറി അകത്തുള്ള മാളങ്ങളെല്ലാം അടച്ചു. തുണിക്കഷ്ണം തികയാതിരുന്നതിനാൽ അടയ്ക്കാതെ വിട്ട ഒരു മാളത്തിൽ കാലിന്റെ പെരുവിരൽ തിരുകി വെച്ചു. മൂന്നാമത്തെ ചോദ്യം, അബ്ദുല്ലാഹിബിനു റവാഹ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയുടെ പുറത്തെ വഴിയിൽ ഇരിക്കാനുണ്ടായ കാരണമെന്ത്? ഉത്തരം, ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിലേക്ക് വരികയായിരുന്നു. പള്ളിയുടെ പുറത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്യരോട് ഇരിക്കൂ എന്ന് പറയുന്നത് അദ്ദേഹം കേട്ടു.
ഇത് കേട്ട അദ്ദേഹം താൻ എത്തിയ സ്ഥലത്ത് തന്നെ ഇരുന്നു. നാലാമത്തെ ചോദ്യം. സ്വഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനാധിക്യത്തിന്റെ ഒരു ഉദാഹരണം എഴുതുക. ഉത്തരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളൂ എടുക്കുന്ന വെള്ളം കിട്ടാൻ സ്വഹാബികൾ തിക്കും തിരക്കും കൂട്ടുന്നു. ആ വെള്ളം കൊണ്ട് അവർ ശരീരത്തിലും മുഖത്തും തടവുന്നു. തദ്രീബാത്തിലെ അഞ്ചാമത്തെ പ്രവർത്തനം തഹ്സീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. അതിലെ ഒന്നാമത്തെ പ്രവർത്തനം, നബിദിനാഘോഷത്തിൽ പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട് നാം എന്തെല്ലാം ചെയ്യാറുണ്ട്? ആ പ്രവർത്തനം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ഈ പുണ്യദിനത്തെയും പുണ്യമാസത്തെയും നാം ബഹുമാനിക്കുന്നു. ഈ ദിവസത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകൾ പാടി വരവേൽക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മൗലീദുകളും സ്വലാത്തുകളും വർദ്ധിപ്പിക്കുന്നു. വീടുകളിലും പള്ളികളിലും മദ്രസകളിലും സ്വലാത്ത് മജ്ലിസുകൾ സംഘടിപ്പിക്കുന്നു. മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ചരിത്ര സംഭവങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതികൾ തുടങ്ങിയ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള ആഘോഷ പരിപാടികൾ നടത്തുന്നു. സന്തോഷ സൂചകമായി അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഖുർആൻ പാരായണം, സ്വലാത്ത് ആലാപനം, ഇസ്ലാമിക കലാപരിപാടികൾ, മതപ്രസംഗം, അന്നദാനം എന്നിവ നടത്തുന്നു. ഘോഷയാത്രകളും ദഫ് പരിപാടികളും നടത്തുന്നു. ഈ ദിവസത്തിൽ പുണ്യദീനിന്റെ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ചരിത്രങ്ങളും മറ്റും കലാപരിപാടികളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ശ്രദ്ധിക്കുന്നു. തഹ്സീസ്, അതിലെ രണ്ടാമത്തെ പ്രവർത്തനം, നമ്മുടെ നിത്യജീവിതത്തിൽ പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട് നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാറുണ്ട്? പട്ടിക തയ്യാറാക്കുക. ആ പ്രവർത്തനം നോക്കൂ. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി 5 വഖത്ത് നിസ്കാരങ്ങളിലും ദുആ ചെയ്യുന്നു. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകൾ പാടി സ്നേഹം വെളിപ്പെടുത്തുന്നു. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. 6. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മഹനീയ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നു. 8. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുന്നു. 9. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ സ്വഹാബത്തിനെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. 10. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. തഹ്സീസ്, അതിലും മൂന്നാമത്തത്, താഴെ കൊടുത്ത മാപ്പിളപ്പാട്ടിന്റെ പൂർണ്ണരൂപം സംഘടിപ്പിച്ച് എഴുതി ക്ലാസ്സിൽ സമർപ്പിക്കുക. മാപ്പിളപ്പാട്ട് നോക്കൂ. ആകെ പടച്ചോന്റെ ആദ്യ മുത്തായ ആദരവായ റസൂലുള്ള, ആരാധനക്കർഹൻ ഏകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ള. അപ്പൊ ഈ പാട്ടാണ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ അതുപോലെ അതിന്റെ വരികളൊക്കെ നിങ്ങൾ എഴുതുക. ഈ പാട്ടിന്റെ വരികൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ അത് നോക്കിയിട്ട് എഴുതുക. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.